ഓട്ടോറിക്ഷ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ പരാതി. കൊച്ചി കുണ്ടന്നൂരിൽ ഓട്ടോ ഓടിച്ചിരുന്ന പ്രവീൺ എന്ന 35 വയസ്സുകാരനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കാണാതായിരിക്കുന്നത്. ഒരു സുഹൃത്തിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഈ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ മടങ്ങിയെത്തിയിരുന്നു. പിന്നീട് ഒരു 5 മണിയോടെയൊക്കെയാണ് കാണാതായിരിക്കുന്നത്. വീട്ടുകാരും ഓട്ടോറിക്ഷക്കാരായ സുഹൃത്തുക്കളും ഇത് സംബന്ധിച്ച് ഇയാളെ കാണാതായത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷക്കാർ ഇദ്ദേഹം പോകാനുള്ള വഴികളിൽ സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഇന്നലെ അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുണ്ടന്നൂരിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ്. TS പ്രവീൺ ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ആളാണല്ലേ? എന്താണ് സംഭവിച്ചത്, കാണാതായത്? പുള്ളിയുടെ സുഹൃത്തിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞായറാഴ്ച. അത് ഈ പള്ളിയുടെ ഹാളിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. അന്ന് കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ പുള്ളി ചെറുതടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ ഈ സുഹൃത്തിനോട് ഞാൻ ഒരു ഓട്ടം പോയപ്പോഴത്തേക്കും അവിടെ നിൽക്കണ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വ്യക്തിനെ ഞാൻ അറിയിച്ചത് അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വിളിച്ചുകൊണ്ടൊന്ന് ഇവിടെ വന്നു. അപ്പോൾ പുള്ളിയുടെ ഫോണും താക്കോലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ ഇങ്ങനെ കാണാനില്ല, വീണ്ടും കാണാണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്കും രാവിലെ വീട്ടിലെത്തിക്കോളും എന്നുള്ള രീതിയിൽ ഫോൺ അപ്പോൾ പുള്ളി അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു 10:30 മണിയായപ്പോഴാണ് പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു സുഹൃത്ത് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നല്ല ലെവലിൽ നിൽക്കണ കണ്ടെന്ന് പറഞ്ഞത്. അതിന് ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും അവിടെ വെച്ചും കാണുന്നില്ല. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു അവിടെ ഈ അമ്പലത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നു, നാടൻ പാട്ടിൻ്റെ ഒരു പരിപാടി. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ വന്നില്ല, പൊക്കോ എന്നും പറഞ്ഞ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് പോയിക്കോന്നു. അതാണ് ലാസ്റ്റ് കണ്ടത് ആ സുഹൃത്ത്. ഓട്ടോറിക്ഷ എവിടെയായിരുന്നു കിടന്നത്? ഓട്ടോറിക്ഷ മരട് പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കിടന്നത്. അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സേഫായിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അന്വേഷിച്ച് ഇവിടെ നടക്കാനുള്ള പോകാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി അന്വേഷിച്ചു. സുഹൃത്തുക്കളുടെ ഫോണിൽ കളക്ട് ചെയ്ത് അത് വിളിച്ചു. അവിടെ ഒന്നും ചെന്നിട്ടില്ല. പിന്നെ പണിസ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു നാൾ വിശാഖപട്ടണം അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ നോക്കി അവിടെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ 3 ദിവസമായി കാണാതെയായിട്ട്. പനങ്ങാട് പോലീസ് സ്റ്റേഷനിലും മരട് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്, വീട്ടുകാരും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നല്ല ന്യൂസ് ചാനലുകളൊക്കെ വന്നിട്ടുണ്ട്. എവിടെന്നെങ്കിലും തിരിച്ച് വന്നാൽ മതി, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ലാസ്റ്റ് കണ്ടത് രാത്രി 10:30 ആണ് കണ്ടത്. പിന്നെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ഒരാളാണോ? അത് എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്, അവന് ശത്രുക്കളില്ല. ഞങ്ങളുടെ അറിവിൽ സാമ്പത്തിക ബാധ്യത അങ്ങനെയൊന്നുമില്ല. എല്ലാവരുമായിട്ടും നല്ല കൂൾ മൈൻഡാണ്. എല്ലാം ഉടക്ക് മൈൻഡ് അങ്ങനെ ഇല്ല. ഒരു ഏണി ചാരണ സ്വഭാവം ഒന്നും അങ്ങനെ ഞങ്ങളുടെ അറിവിലില്ല. എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ തന്നെ പ്രിയപ്പെട്ടവനുമാണ്. മദ്യപിക്കും എന്നുള്ളൊരു ഒരൊറ്റൊരു കാരണം മാത്രമേ ഉള്ളൂ, മദ്യപിക്കും. അത് നല്ല ലെവലിൽ തന്നെ മദ്യപിക്കുകയും ചെയ്യും, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മദ്യപിച്ചാലും എത്ര വില കുത്തിയാലും രാവിലെ 4 മണിക്കൂടെ വണ്ടി എത്തുന്ന ആളാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പിറ്റേ ദിവസം കാണാതെ ആകണത്. അപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം. ഞങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായപ്പോൾ വീട്ടുകാരോട് ചോദിച്ചു. വീട്ടുകാർ പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വരുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരാതെ ആയപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞങ്ങളും ചെന്ന് പറഞ്ഞു. അതിനപ്പോഴാണ് പോലീസിൻ്റെ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അവർ CC ക്യാമറയും അതുകൂടെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ദൂര സ്ഥലങ്ങളിൽ പോയോ ഇല്ല എന്നുള്ളത് ഇൻഫർമേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാം മൊബൈൽ പോലീസിൻ്റെ കയ്യിലെന്നാണ് അറിവ്. പിന്നെ അതിൽ ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്കറിയില്ല. അവർ അതിൻ്റെ റിപ്ലൈ ഒക്കെ അവർക്കെല്ലാം അറിയാൻ പാടില്ല. നമ്മൾക്ക് ഇപ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയാൽ തിരിച്ചു വരട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥന, അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു സുഹൃത്തല്ലേ, നമ്മുടെ കൂടെ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്. അവൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അനിയൻ വേറെ താമസിക്കണേണ്, അമ്മ അവനും മാത്രമേ ഉള്ളൂ. വീട് വിട്ട് അവൻ അങ്ങനെ ഒരു സ്ഥലത്തും പോയി നിൽക്കാറില്ല. അമ്മ ഒറ്റക്കായത് കാരണം അവൻ എപ്പോഴും എന്തായാലും ആ വീട്ടിൽ ചെന്നിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വിഷമമുണ്ട്. അത് ഇതിനകത്ത് ഇവൻ്റെ വീട്ടുകാർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. അത് ശരിയാണ്. ഇത് ഒരു സുഹൃത്താണ് ഇപ്പോൾ നമുക്കിപ്പം ഇന്നലെ എന്താണ് ഇന്നലെ ഈ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഞാനാണ് വൈകിട്ട് ഈ പള്ളിയുടെ പാരിഷ് ഹാളിൽ നിന്ന് പുള്ളിയുടെ ഓട്ടോ കിടക്കണമെന്നടുത്ത് താക്കോലും ഫോണൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ അവിടെ കണ്ടില്ല. ഫോൺ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ കേട്ടപ്പോഴേക്കും പുള്ളീനെ താക്കോൽ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് ബൈക്ക് കയറ്റി കൊണ്ടുവരും ജംഗ്ഷനിൽ വന്നു. ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും പുള്ളി അങ്ങോട്ട് മാറിയായിരുന്നു. അപ്പോഴേക്കും പുള്ളി കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഫോൺ ഇന്ന ആളുടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഫോൺ മേടിച്ചു. ഇവിടെ എത്തുന്ന സമയം പുള്ളി എന്നെ അന്വേഷിച്ചപ്പോഴേക്കും പുള്ളിനെ കണ്ടില്ല. അങ്ങനെയാണ് ഒരു 5:30-5:45 സമയത്ത് പിന്നെ കാണാതായി. അന്ന് തുടങ്ങി ഇന്നേ വരെ അവരെ വീട്ടിൽ ഫോൺ കൊണ്ട് കൊടുത്തു. പിന്നെ അമ്മേൻ്റെ അടുത്ത് ഫോൺ കൊടുത്തപ്പോഴേക്കും അമ്മ പറഞ്ഞു ഇത് ഇവൻ സ്ഥിരം ചെയ്യണ പരിപാടിയല്ല, അവൻ കുടിച്ചിട്ട് വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ വന്നോളും, അതാണ് പതിവ്, വരുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഇപ്പോൾ അവൻ്റെ അമ്മ വിളിച്ചു, പ്രവി എത്തിയില്ല, എന്തോ ഒരു ഇതുപോലെ അവൻ എത്ര കുടിച്ചാലും വീട്ടിൽ എത്തേണ്ടവനാണ്, എത്തിയില്ല. അപ്പോൾ നമ്മളും ഒരു അന്വേഷണം തുടങ്ങി. കടബാധ്യത അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണോ? ഇത് ഒരു നെട്ടൂരായിരുന്നു അവരുടെ വീട്. ആ വീട് വിറ്റ് കടം തീർത്തിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ടാണ് പനങ്ങാട് ചേപ്പൻ എന്നുള്ള സ്ഥലത്ത് വീട് മേടിച്ചത്. അവിടെ താമസിച്ചു. അവിടെയും പിന്നെ കടമായി. അതും ഇപ്പോൾ വിൽക്കേണ്ട അവസ്ഥ വന്നു. 2 മാസം മുന്നേ അത് വിൽക്കേണ്ട വന്നു. അത് വിറ്റിട്ടാണ് ഇപ്പോൾ നെട്ടൂര് ഇവർ ആദ്യം താമസിച്ച സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ പണയത്തിന് വീടെടുത്തു, കടങ്ങളൊക്കെ തീർത്തു, താമസിച്ചു. ശരി. TS പ്രവീൺ എന്ന 35 വയസ്സുകാരനെയാണ് കഴിഞ്ഞ 2 ദിവസമായി കാണാതായിരിക്കുന്നത്. കൊച്ചി കുണ്ടന്നൂരിലെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സുഹൃത്തിൻ്റെ വിവാഹത്തിന് പോയതായിരുന്നു. പിന്നെ വൈകുന്നേരം കണ്ടവരുണ്ട്. അദ്ദേഹം മദ്യപിച്ചിരുന്നതായി പറയുന്നു. പക്ഷേ ഇദ്ദേഹം പിന്നീട് എവിടെ പോയി എന്നൊരു യാതൊരു അറിവുമില്ല. അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ തൊട്ട് സമീപത്തായി തന്നെ കണ്ടിരുന്നു. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സുഹൃത്തുക്കളായ ഓട്ടോറിക്ഷക്കാരും അവർ അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും ഈ ഓട്ടോറിക്ഷക്കാർ വലിയ വിഷമത്തിൽ തന്നെയാണ്. തങ്ങളുടെ പ്രിയ സുഹൃത്ത് ഉടൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സിയർ ശ്യാം, ഫോക്കസ് ന്യൂസ് TV.